അയ്യോ അതെ നാരായണന്റെ മോൻ വന്നിരിക്കുന്ന വേണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ കുടിച്ചോണ്ടിരുന്നപ്പോ ഇവൻ അതുവഴി ഒളിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തോരം തെറി പറഞ്ഞു. എഴുന്നേറ്റ് രണ്ട് തെറി പറയോ. എന്റെ ദൈവമേ എന്റെ ദൈവമേ. അയ്യോ ബിജുക്കുട്ടൻ വന്നേക്കണാണ്ടാ. നിങ്ങൾക്ക് 750 രൂപ തരാനുള്ളതാണെന്നേ. എഴുന്നേറ്റാ കാശ് ചോദിക്ക് മനുഷ്യ. അച്ഛനെ മേടിക്കാവേ. അയ്യോ അയ്യോ സർവസസ്യ സൃഷ്ടി പിതാവ് അവന്റെ ആത്മാവിന് ശാന്തി കിട്ടരുത്. ശാന്തമ്മേ കിടക്കണ കിടപ്പ് കണ്ടോ. രണ്ടുപേരും കൂടെ ഒന്നിച്ച് എന്ത് കൂട്ടായിട്ടിരുന്ന ആളാണ്. എന്റെ ദൈവം എനിക്ക് എന്നാലും ഞാനിത് എങ്ങനെ സഹിക്കും എന്റെ അമ്മാവാ. സംഭവിച്ചെന്നാ ആര് സംഭവിച്ചു. അവൻ എന്തായാലും മരിച്ചവൻ എന്തായാലും തിരിച്ചു വരാൻ പോകുന്നില്ലല്ലോ. തിരിച്ചു വരുമോ? അമ്മാവൻ ഈ സമയത്ത് പറയാൻ പറ്റുന്ന കാര്യമാണോ എന്ന് അറിയത്തില്ല. എന്നാലും അമ്മാവൻ പറയാം. അമ്മാവന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്. എടി അതല്ലെന്ന്, നിനക്കൊരു 2ാം വിവാഹം. അതാ അമ്മാവൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എങ്ങനെ എന്നോട് തോന്നി പറയാനായിട്ട് എന്റെ ദൈവമേ. എന്റെ വായിന്ന് അയ്യോ എന്റെ പൊന്നെ. എന്നാലും ഈ നേരത്ത് തന്നെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ല. എന്റെ വായിന്നങ്ങ് വീണ് വിട്ടാറ്. ഞാൻ ഇനി അത് പറയുന്നത്. എനിക്കിപ്പൊ കല്യാണം വേണ്ടേ. എനിക്കിപ്പൊ കല്യാണം വേണ്ടേ. എനിക്കിപ്പൊ കല്യാണം വേണ്ടായിരുന്നു. പിന്നെ എപ്പോ കല്യാണം വേണം? ഒരു 3 ദിവസം കഴിയട്ടെ. ശാന്തമ്മേ ഈ 3 ദിവസം നീ എങ്ങനെ പിടിച്ചു നിൽക്കും? ജനനിരയുടെ പൊന്നാവ് അട്ടിമറിക്കണ ദുനിയാവ്. പക്ഷെ 5 മിനിറ്റ് മുമ്പാണ് ഞാൻ വന്നിരുന്നെങ്കിൽ മരിച്ചാൻ കിട്ടേനെ. 12 മണിക്കൂർ കഴിഞ്ഞു മരിച്ചിട്ട്. 5 മിനിറ്റ് വന്നിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യാനാ? അല്ല ഇതെന്നെ ഇങ്ങനെ ഇരുത്തിയാക്കണത് അതറിയില്ലേ? ഇല്ല. ഡോക്ടർ പറഞ്ഞു ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ള ആളാണ്. കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. ഡിസ്കിന് കംപ്ലൈന്റ് ആണ്. ഈ പെൻ ഡ്രൈവർ മേടിച്ചു നോക്കാൻ വരാം. എങ്ങനെ പെൻ ഡ്രൈവർ? ഡിസ്കിന് കംപ്ലൈന്റ് പെൻ ഡ്രൈവോ? ഇതൊക്കെ എപ്പോഴുള്ള ആൾക്കാരാണെന്നറിയാവോ? പഴയ ആൾക്കാരാണ്. കാസറ്റൊക്കെ ഉള്ള സമയത്തുള്ള ആളുകളാണ്. പെൻ ഡ്രൈവ് പറ്റുകയല്ല. മനസ്സിലായില്ല? ആളിനെ മനസ്സിലായില്ല. മെമ്പറാ അത്? ഓണം മെമ്പറാണോ അതോ ക്രിസ്മസ് മെമ്പറാണോ? ഓണം മെമ്പർ ക്രിസ്മസ് മെമ്പറോ? പഞ്ചായത്ത് മെമ്പറാ. പഞ്ചായത്ത് മെമ്പറാണ്. പഞ്ചായത്ത് മെമ്പറായിട്ടാണ്. ഇപ്പോഴാണോ ഒരു മരണം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോഴാണോ പറഞ്ഞത്? നിങ്ങളൊക്കെ അല്ലേ ആദ്യം ഇവിടെ വരേണ്ടത്? വണ്ടെന്ന് പറയാൻ ഞാനിവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഡൽഹിക്ക് പോയല്ലായിരുന്നോ? അത് കൊള്ളാം. ഈ സഞ്ചാര ദിവസം അല്ലേ ഇഡലിയൊക്കെ വേണം. നിങ്ങൾ ഇപ്പൊ ഇഡലി പോയി മേടിച്ചോണ്ട് വരേണ്ട കാര്യം എന്താണ്? ഇപ്പൊ ഇഡലിക്ക് പോയെന്ന് പറഞ്ഞു. ഇഡലി എല്ലാം ഡൽഹിക്ക് പോയതായിരുന്നു പ്രധാനമന്ത്രിയെ കാണാൻ. ഡൽഹിയിലായിരുന്നു. പിന്നെ അന്നേരമാണ് കുട്ടൻ ചത്തു എന്ന് വിളിച്ച് ഫോൺ വന്നത്. അപ്പൊ തന്നെ ഒരു കള്ളവണ്ടി കയറി കള്ളവണ്ടി കയറി പോകുന്നു. മരിച്ചയാളുടെ ആരായിട്ട് വരും? മരിച്ചയാൾ രാത്രി പ്രേതമായിട്ട് വരും. നമ്മളെ പേടിപ്പിക്കും. അതല്ല പറഞ്ഞത്. മരിച്ച ആളുടെ ആളായിട്ട് വരും. ഞാനോ? ഞാന് അവളുടെ അമ്മാവനാണ്. അമ്മാവനാണ്. പിന്നെ ഞങ്ങള് സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ ഞങ്ങൾ ഭയങ്കര കമ്പനി. അടി നല്ല കമ്പനിയാ. ആണല്ലേ? ഭയങ്കര ഇതാ. പിന്നെ പുള്ളിയല്ലേ എന്നെ വിഷം അടിച്ചു തന്നേക്കുന്ന പുള്ളിയല്ലേ? പുള്ളി വിഷം ഒഴിച്ചു തന്നു. എന്ന് ഗൾഫിൽ കൊണ്ടുപോകും. വിഷമല്ല വിസ. അത് പുള്ളിയല്ലേ അടിച്ചത്? അത് ശരി. എന്നിട്ട് അതെ. എന്ത് ജോലിയായിരുന്നത്? ഏതാ എന്ത് ജോലിയായിരുന്നു? പനയെ കയറാൻ രക്ഷയായിരുന്നു. അല്ലെന്ന് ഈന്തപ്പനയില്ലേ? അത് കയറാൻ വേണ്ടി പുള്ളി. ഈന്തപ്പന എന്തിനു കയറണേ? ഈന്തപ്പഴം ഇല്ലേ? ഈന്തപ്പഴത്തിനകത്തൊരു കുരുമില്ലേ? കുരു. ആ കുരു അതിനകത്ത് നിറയ്ക്കാൻ. എങ്ങനെ? ഈന്തപ്പഴമില്ലേ? ഈന്തപ്പഴത്തിനകത്തൊരു കുരുമില്ലേ? ആ കുരു അതിനകത്ത് നിറയ്ക്കാൻ. അല്ല സാറേ, ആക്ച്വലി അതിന്റെ അകത്ത് ഓൾറെഡി ഉള്ള കുരു അല്ലേ? അല്ല ഞാനും അങ്ങനെ വിചാരിച്ചത്. ഈ കുരു അതിനകത്തുള്ളതല്ല. അദ്ദേഹമാണ് പറഞ്ഞത് നമ്മൾ നിറയ്ക്കുന്നതാണ്. അപ്പൊ ഇപ്പൊ നിറച്ചോണ്ടിരിക്കുന്ന ആള് ലീവിന് വരും. ഇനിയിപ്പൊ ഞാൻ ചെന്നിട്ട് ഞാൻ നിറയ്ക്കണം. അങ്ങനെയാ? ആ ജോലി എനിക്ക് തന്നു. ആ ജോലിയാണ്. എത്ര രൂപ കൊടുത്തു? ഞാൻ 70,000.
70,000 രൂപ കൊടുത്തു 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 ആ കിട്ടും. എന്ത് അങ്ങ് ചെന്നാ മതി, ജോലി കിട്ടും. പന വെട്ടി നിന്നെ തല്ലും. അറബി. ആ നാശം പിടിച്ചവനെ ഇവന്റെ കയ്യിൽ നിന്ന് 70,000 രൂപ മേടിച്ചിട്ട് കുത്തിയിരിക്കണ കണ്ടില്ലേ? എനിക്ക് എന്തായാലും കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ? ഉറപ്പാ. ഞാൻ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും. സർവസസ്യ സസ്യപിതാവോ എന്നെ തെറ്റിക്കണമേ, എന്നെ തെറ്റിക്കുമോ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. ഇതെന്നെ ഈ കളിക്കണതിൻ്റെ അകത്ത് കിടന്ന് നാക്കെ ഇതിങ്ങനെയൊക്കെ കളിക്കും ഇത്. അങ്ങനെ കളിക്കൂലേ? ആണോ? ഞാൻ എന്ത് വേണേലും ചെയ്യും. ഞാൻ പറഞ്ഞ അങ്ങനെ അങ്ങ് മരിച്ചു പോയി. ശാന്തേച്ചി ശാന്തേച്ചി അതെ പെണ്ണുങ്ങൾ ഇങ്ങനെ കിടന്ന് കരഞ്ഞു കഴിയുമ്പോ തന്നെ എനിക്കൊരു വിഷമ. ശാന്തേച്ചി ഇപ്പൊ ഇത്തിരി വിഷമം ഉണ്ടെങ്കിലും പിന്നീട് സുഖം കിട്ടുന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞു തരാം. നടക്കുന്ന കേസല്ല, ഞാൻ പറഞ്ഞ് പൊളിഞ്ഞിരിക്കുക. അയ്യോ അതല്ലല്ലോ, ചേട്ടൻ മരിച്ചല്ലോ. അല്ല ചേട്ടൻ എങ്ങനെയാ മരിച്ചത്? അറിഞ്ഞില്ലേ? ഇല്ല. വാ, ഉത്തരം മുട്ടിയില്ലേ ചേട്ടൻ മരിച്ചു പോയത്? അത് നിങ്ങൾ എന്നാ ചോദ്യം ചോദിച്ചിട്ടാ പുള്ളി ഉത്തരം മുട്ടി ചത്ത്? ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ട അല്ലെന്നെ. പുള്ളി കുളിസി കാണാൻ വേണ്ടി ഒരു വീടിന്റെ മേളിൽ കയറി. ആ അപ്പൊ അവരിടാന്ന് വിളിച്ചു. ഈ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ വെച്ചാ തലേന്ന് ഉത്തരത്തെ എടുത്ത് അങ്ങനെ ഉത്തരം മുട്ടി മരിച്ചത്. അങ്ങനെ മരിച്ച? ആ അതെ, ഇവിടെ 3 മുടി കുറവാണ്. ആഹാ. ഈ 3 മുടി ആ ഉത്തരത്തെ ഇരിപ്പുണ്ട്, മയിൽപ്പീലി ഇരിക്കണോ അല്ലെങ്കിൽ ഇരിപ്പുണ്ട്. അതാണ് സംഭവം. ചേച്ചി ഞാൻ ആ രീതിക്ക് പറഞ്ഞതല്ല. പറഞ്ഞെന്നാന്ന് വെച്ചാൽ നമുക്കേ ഇങ്ങനെ ഉത്തരം മുട്ടി മരിച്ചെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടിയല്ല. ഓട് മാറാൻ കയറിയപ്പോൾ കാല് തെന്നി താഴെ വീണു എന്ന് പറഞ്ഞാൽ കിട്ടുള്ളൂ. അത് ഞാൻ മേടിച്ചു തരാം, 5000 രൂപ മേടിച്ചു തരാം. മേടിച്ചു തരാം കേട്ടോ. പിന്നെ കുട്ടന്റെ പടം ഫ്ലെക്സ് ഫ്ലെക്സ് അത് ഫ്ലെക്സ് വെക്കണം. വെക്കണ്ടേ? അത് അന്തസ്സാണ്. അത് ഫോട്ടോ. ചേച്ചി അതെ ചേട്ടന്റെ ഫോട്ടോ വല്ലോ? ഇല്ല. അല്ല പഴയ ഫോട്ടോ, കല്യാണ ഫോട്ടോ ഇല്ല. തിരിച്ചറിയ കാർഡില് വാ. എവിടെ കൊണ്ടുപോ? ചേച്ചി വേറെ മൂടില്ല. എന്താണോ താൻ ഉദ്ദേശിക്കുന്നത്? അല്ല ഞാൻ പറഞ്ഞ നമുക്ക് വേറെ ഫോട്ടോ വേണ്ടേ? ഫോട്ടോ വേറെ ഫോട്ടോ വേണ്ടേ? ഫോട്ടോ വെക്കുന്നതാണ് ഫോട്ടോ വെക്കുന്നത്. ഫോട്ടോ ഫ്ലെക്സ് വെക്കണ്ടേ? ഫോട്ടോ വേണ്ട, ഫോട്ടോ വേണ്ട. ചേച്ചി അതെ ഈ ഫോട്ടോ സ്റ്റാർട്ട് എടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അകത്ത് കിടന്ന് കരയണുണ്ടേ. ഫോട്ടോ സ്റ്റാർട്ടോ? ഇളയ പോലെ അകത്ത് കിടന്ന് കരയണുണ്ടേ. ഇങ്ങനെ ഫോട്ടോ സ്റ്റാർട്ടാണെന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നത്. പറയുന്നത് ഇളയ കൊച്ചു ഈയുടെ ഫോട്ടോ സ്റ്റാറ്റാ പറയുന്നത്. അതിനെ കൊണ്ട് ഫോട്ടോ എടുക്കേ. ആ കൊച്ചിനെ എങ്ങനെ മെഷീൻ്റെ അകത്തോടെ കയറ്റി ഞാൻ എങ്ങനെ ഫ്ലെക്സ് അടിക്കും? അത് ശരിയാണല്ലോ. ഈ അറിയിക്കാനുള്ളവർക്ക് അറിയിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇത് നമ്മുടെ അവൻ ആരാ വെട്ടി മേടിക്കുന്ന ആരാ? അവ പോയിട്ടുണ്ട്. മരുമോനെ തമ്പി. അവനാ വെട്ടി മേടിക്കാൻ പോയിക്കുന്നത്. മകനുണ്ട്, നാടകക്കാരനാണ്. അവനെ വിടത്തില്ല, കമ്മിറ്റിക്കാർ പിടിച്ചു വെച്ചേക്കുക. ഇന്ന് നാടകം കളിക്കാൻ പോലത്തെ കമ്മിറ്റിക്കാർ പിടിച്ചു വെച്ചേക്കുക. MLA കൊണ്ട് വിളിപ്പിച്ചുണ്ട് വിട്ടാൽ അവൻ വരും. വന്നാ മതി. മൂത്ത മരുമോനെ അവൻ വെട്ടി മേടിക്കുമ്പോ അവനെ തമ്പി കണ്ടക്ടർമാര് നോട്ട് ഇങ്ങനെ കയ്യിൽ ഇടയെ വെക്കത്തില്ലേ, ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇടയെ പിടിച്ചോണ്ട് ഒരു ബിവറേജിന്റെ കമ്പിയെ പിടിച്ചോണ്ട് ഇപ്പൊ ഉണ്ട് തമ്പി. വരുമോ? അവൻ വരുന്നുണ്ട്. പ്രശ്നമുണ്ട്. ഇങ്ങോട്ട് തമ്പി തമ്പി എനിക്ക് കാണണം. തമ്പി കണ്ടോ? എന്നെ വിട്. തമ്പി കണ്ടോടാ. ഇതല്ല നീ പോയി കാണ. എനിക്ക് കാണണം. നീ പോയി കണ്ടോ? കാണ്. സങ്കടമുണ്ട് ഭയങ്കരമായിട്ട്. അത് അറിഞ്ഞിട്ടേ കണ്ടേ കണ്ടല്ലോ. മിണ്ടരുത്, മിണ്ടരുത്. പൈൻ്റാണോ? മരിച്ചെന്നെ അറിഞ്ഞവൻ റിലേ വിട്ടെന്ന് തോന്നുന്നു.
തമ്പി നീ എന്ത് ഉദ്ദേശിക്കുന്നേ? നീ എന്ത് കാണിക്കുന്നേ തമ്പി? നീ എന്ത് കാണിക്കുന്നേ? ഞാൻ ഇവിടുത്തെ ആരാ? നീ ഇവിടുത്തെ മൂത്ത മരുമോൻ. ഞാൻ മൂത്ത മരുമോനല്ലേ? അതെ. എന്റെ അമ്മായിപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്ത്? നീയാണ് ഇവിടുത്തെ മൂത്ത മരുമകൻ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ വേണം ഇവിടെ മേക്കപ്പ് ചെയ്യാന്ന്. കഴിഞ്ഞാൽ നിങ്ങളെ മേക്കപ്പ് ചെയ്യും ഞാൻ. ഇത് ആ മേക്കപ്പ് ആണോ? ഞാൻ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളെ വെട്ടി കൊണ്ടുവന്നോ? വെട്ടി എന്നാ അടച്ചു വെക്കണ്ടേ? അടച്ചു വെക്കാൻ നിധികുമ്പാണത്. ദഹിപ്പിക്കണ്ടേന്ന്. അയ്യോ ദഹിപ്പിക്കരുത്, ദഹിപ്പിക്കരുത്. അതെന്താണ്? ദഹനക്കേടുള്ള മനുഷ്യനാണ്. നാശം ഇത് കുളിച്ചിട്ടുണ്ടേ. കുഴിച്ചിട്ടരുത്, കുഴിച്ചിട്ടാ കിളുത്ത് വരും, അതുപോലത്തെ വിത്തായ വരും. എനിക്കെന്നെ ദേഷ്യങ്ങൾ വരും. ഞാൻ പറഞ്ഞ അതല്ലെന്ന്. പെട്ടി വേണ്ടേ? പെട്ടിയുണ്ട്, പെട്ടിയുണ്ട്. എന്റെ കയ്യിൽ ഒരു തീപ്പെട്ടിയുണ്ട്. ഇച്ചിരി കരിയില കൂട്ടിയിടുക, സാധനത്തിനെ മറിച്ചിടുക, തീ കൊളുത്തുക, തെക്കങ്കാറ്റ് കൊണ്ടുപോകും സാധനത്തിനെ. ഒരു വിഷയമല്ല, റിസ്കും ഇല്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? പോസ്റ്റ്മോർട്ടം ചോദിച്ചേ, പോസ്റ്റ്മോർട്ടം കഴിച്ചോ? കഴിച്ചില്ലേ? ഇല്ല. ചേട്ടാ ഈ ഇവിടെ ഞാനില്ലെങ്കിൽ ഒരു കാര്യം ഇവിടെ നടക്കൂല. ആരെങ്കിലും പോസ്റ്റ്മോർട്ടം കഴിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വന്ന് കഴിക്കണം. അവിടെ ഇവിടെ മാറി നിന്ന് കഴിച്ചില്ല കിട്ടിയില്ലെന്ന് നാളെ വീട്ടിൽ വന്ന് പരാതി പറയരുത്, വന്ന് കഴിക്കണം. നിങ്ങൾ കഴിച്ചായിരുന്നോ? എന്ത്? നിങ്ങൾ രണ്ടെണ്ണം എനിക്കും തന്നേരും. എന്താണ് പോസ്റ്റ്മോർട്ടം? പോസ്റ്റ്മോർട്ടം കഴിക്കുന്ന സാധനമാണോ? പിന്നെ ഡോക്ടർമാരുടെ ഒരു ആശാരിപ്പണിയത്. എന്തത് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്? കീറി മുറിക്കില്ല. അതായിരുന്ന ഇതന്നെ ഈ മന്ത്രിമാരുടെയൊക്കെ മുകളിൽ വെച്ചേക്കണ ഇതൊക്കെ വെച്ചാണ്. എടാ അത് ഒരുപാട് പേരില്ലേ, അമ്മാവന് ഒത്തിരി പേരുണ്ട്. ഒരുപാട് പേര്. ലവ് ലെറ്റർ പോലെയാണല്ലോ ഇരിക്കണത്. എന്നാ വായിച്ചാൽ പറയത്? ഇത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇത് നോക്കട്ടെ. ഇത് രണ്ടിലും എഴുതിയിട്ടുണ്ട്. ഹാവു ആശ്വാസമായി. ആരേത്? വനിതാ കുളിക്കടവ് അസോസിയേഷൻ. സ്ഥിരം അവരെ കുളിപ്പിക്കൂലായിരുന്നു, അവിടെ പോയി കിടപ്പായിരുന്നു പുള്ളി. ആണോ? പണി കിട്ടി തുടങ്ങി. ഇത് തമിഴാണല്ലോ എഴുതി വെച്ചാണേ. തമിഴിനോ? തമിഴ് എവിടെന്നാ? തമിഴ് എവിടുന്ന് വന്നു? തമിഴ് മറ്റേ അണ്ണാച്ചി, പിരിവിന് വരുന്ന അണ്ണാച്ചി ഇല്ലേ? അല്ല നിങ്ങൾ ബന്ധമൊന്നുമില്ല. തമിഴ് ഞങ്ങൾ മദ്രാസ്, ഞങ്ങൾ സുഹൃത്തുക്കളാണല്ലോ. മദ്രാസിൽ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അങ്ങനെ വല്ലതായിരിക്കും. അതിന് പേര് വായിച്ച എന്നാ എഴുതിയേക്കണം നോക്കി. ചൊക്കലിംഗം ആണോ സുഹൃത്തെ? അല്ല അല്ല അല്ല. മഹാലിംഗം അല്ല. ലിംഗേശ്വരൻ. നിങ്ങൾക്കൊക്കെ ഈ പേരുള്ള കൂട്ടുകാരോ ഉള്ളോ? വേറെ പേരൊന്നും എഴുതിയേക്കണം, വായിച്ചോട്. വിടമാട്ടെ, അടുത്ത വെള്ളിക്കളവേ ഞാൻ അങ്ക വന്ന് ഒതച്ചിടും. ആരത്? പാണ്ടിക്കാരന്റെ ഇച്ചിരി കാശ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പാണ്ടിക്കാരന്മാര് മനുഷ്യൻ ചത്താലും വിടൂല്ലേ? ഞാൻ ചോദിച്ചു ഒന്നാം തീയതി എവൻ എവിടെ കൂട്ടാൻ തന്നെ ഇരിക്കണേ. ഉണക്ക ചെമ്മീനും വാങ്ങാൻ കറി വെച്ചിട്ടുണ്ടോ? എവിടെ പോവാ? എനിക്ക് ഉണക്ക ചെമ്മീനും മാങ്ങ കറിയും പോണ്ട. ഞാൻ വന്നപ്പോഴേ കഴിച്ച, അങ്ങോട്ട് പോണ്ട. അതൊക്കെ ഞാൻ എപ്പോഴേ കഴിച്ചു. ഉണക്ക ചെമ്മീനും. പിന്നൊക്കെ ഏത് നാറിയോ ഇവനൊക്കെ? ഇന്നവര് ഇയാള് ജീവിച്ചിരുന്നപ്പോ നിന്നെ ഒന്നും ഇവിടെ കണ്ടിട്ടില്ല. അടുക്കള കയറി ഉള്ള ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർത്തിട്ട് നിൽക്കുവല്ലേ? ഞങ്ങൾ മറിച്ചാൽ കാണിച്ചു തരാം, എന്തിനുണ്ടോ ഞാൻ നോക്കിട്ട് വരാം. ഞാൻ അതെ, മരിക്കാൻ നേരത്തെ അവസാനമായിട്ട് എന്തെങ്കിലും പുള്ളി പറഞ്ഞായിരുന്നു? നല്ല സുഹൃത്തുക്കളാണ്, നല്ല സുഹൃത്ത് ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെ രീതിയിൽ വെച്ചിട്ട് ഞങ്ങൾ ഈ മദ്രാസിൽ പോവായിരുന്നു. മദ്രാസിൽ പോയിട്ട് അവിടെ ചില കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു, കൂട്ടുകാരുണ്ട്. ഈ പുള്ളി അതായത് പുള്ളിക്ക് ക്യാമറ കാണണമെന്ന് പറഞ്ഞു. എന്നാ ക്യാമറയോ? ക്യാമറ അല്ലെന്ന്, ക്യാമറ മേനി. എന്നെ ഈ പറയുന്നേ മനസ്സിലാവുന്നില്ലേ? ഇല്ല. എന്റെ ലിപ്പ് നോക്കി പിടിച്ച അർദ്ധനഗ്നമേനി. ക്യാമറ ഡാൻസ്. ഈ ക്യാമറ ഡാൻസ് കാണാൻ വേണ്ടി ഞങ്ങൾ ഒരു പ്രാവശ്യം പോയി. ഒരു പ്രാവശ്യം പോയിട്ട് ഇമാര് കോയമ്പത്തൂർ വന്നപ്പോ പുള്ളിക്ക് വലിവ് കൂടി, പുള്ളി ഇന്ന് പോന്നു. പൈസ എനിക്ക് അന്ന് വണ്ടിക്കൂലി നീ പോയി കണ്ടിട്ട് കഥ പറഞ്ഞു തന്നാ മതി. അങ്ങനെ ഒരു പ്രാവശ്യം വന്നു. പിന്നെ ഈ അടുത്ത സമയത്ത് കണ്ടപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് ക്യാമറ ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സംഭവം പറഞ്ഞായിരുന്നു. പുറത്തറിയണ്ട. പുറത്തറിയെന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നമുക്ക് സഹായിച്ചു കൊടുക്കായിരുന്നു. അല്ല ഒന്നുമില്ല. ഏതാണ്ട് പറഞ്ഞല്ലോ. അല്ല ഞങ്ങളൊന്നും പറഞ്ഞില്ല. എന്റെ അണ്ണന് എന്തോ ആഗ്രഹമുള്ള കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ ചേച്ചി.
ചേട്ടനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അയ്യോ അതെന്നതാണ് മെമ്പർ, എന്നോടൊന്നും പറയായോ. ക്യാമറ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ, അത് സാധിച്ചില്ലല്ലോ. അല്ല, ഈ പറഞ്ഞിട്ട് അയ്യോ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സാധിച്ചു കൊടുക്കുമായിരുന്നു. ശാന്തേ, കേട്ടോ? അടി. ഞാൻ വല്ല പറഞ്ഞ നിനക്ക് ക്യാമറ അറിയാമോ? ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ കളിച്ചേനെയല്ലോ അണ്ണാ. അയ്യോ എന്നാ പിന്നെ ഞാൻ എന്നാ പിന്നെ നിനക്ക് ഇപ്പൊ ചെയ്തുകൂടെ? അയാൾ ഭൂമിക്ക് മേളിൽ പോകണ്ടിലേക്ക് ഇപ്പൊ ചെയ്തുകൂടെ എനിക്ക്? അതിന് തയ്യാറാവുന്നേ. എന്താണ് ഇവിടെ മരിച്ച വീട്ടിലേക്ക് ക്യാമറ കളിക്കാന്ന് പറഞ്ഞു? എന്തും ഞാൻ അടിസ്ഥാനപരമായിട്ട് അയാളുടെ ആത്മാവ് ഇവിടെ ഉണ്ട്. ആത്മാവ് ഇവിടെ ഉണ്ട്. അയാൾ ഭൂമിക്ക് മേലെ അയാളുടെ ബോഡി ഇവിടെ ഉള്ളു. അയാൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അയാളുടെ ബോഡി ഇവിടെ ഉണ്ടോ? ബോഡി ഇവിടെ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം ചോദിച്ചു. പാട്ടിട് മൊബൈലിലിടാം. പാട്ടിട് പാട്ടിട്. നിന്റെ കുഞ്ഞുകളി മൊത്തം നിന്റെ മരുമോൻ കണ്ടു. ആൾക്കാർ ഇത് മരണ വീടാണോ? നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത്? കളിക്കും ഞാൻ. ആത്മാവിന് ശാന്തിട്ടുണ്ട്. ശാന്തി ശാന്തി കിട്ടിയില്ലേ? നോക്ക്, തൊട്ടു നോക്ക്. ആ ചെറുതായിട്ട് തണുപ്പുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ അതെ, ഇനിയിപ്പോ എന്നാ ചെയ്യണേ? കുഴിച്ചിടാനുള്ള കാര്യങ്ങളും മമ്മട്ടി കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ചേച്ചി മാറിക്കേ. ബോഡി എടുത്തോ, ബോഡി എടുത്തോ. അയ്യോ കൊണ്ടുപോവുകയാണോ? അയ്യോ ഇത് കൊണ്ടുപോകാതെ ഇവിടെ വെച്ചിട്ട് എന്നാ കാണിക്കാനാ? ഞാൻ വെറുതെ എല്ലാരും പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു എടുത്തോണ്ട് പോടാ. ബോഡി എടുക്കാണ്, ബോഡി എടുക്കാണ്. തൊട്ടുപോകരുത്. अच्छा മാപ്പ് മാപ്പ്. എന്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ നാടകം തുടക്കം മുതൽ അവസാനം വരെ കാണണമെന്നത്. അത് നിന്റെ ഏത് നാടക തുടക്കം മുതൽ അവസാനം വരെ സംഭവിച്ചേക്കണത്? അച്ഛാ മാപ്പ് അച്ഛാ. അമ്മേ എന്നോട് ക്ഷമിക്കമ്മേ, എന്നോട് ക്ഷമിക്കൂ. കൊണ്ട് ഞാനാ വിളിപ്പിച്ചേ. അതുകൊണ്ട് നേരത്തെ എത്തി. എങ്ങനെ ഇത് സംഭവം നേരത്തോട് നേരമായി? എങ്ങനെ സംഭവം എങ്ങനെ ഇത് കുഴിച്ചിടണ്ടേ? ഇത് കുഴിച്ചിടല്ലേ എന്റെ അച്ഛനെ, കുഴിച്ചിടല്ലേ എന്റെ അച്ഛനെ, കുഴിച്ചിടല്ലേ. എന്റെ അച്ഛന്റെ വായിലും മൂക്കിലും കണ്ണിലൊക്കെ പാട്ട് കയറി. അന്നൊരു കാര്യം ഇലക്ട്രിക് ശ്മശാനത്തിൽ കൊണ്ട് പാടില്ല പാടില്ല. എന്റെ അച്ഛനെ ഇലക്ട്രോണിക് അടുപ്പിക്കല്ലേ. അച്ഛനെ എർത്തടിക്കുന്ന പേടിയാണ് എന്റെ അച്ഛനെ അടുപ്പിക്കുന്നത്. ഇതിപ്പോ എന്തെങ്കിലും ചെയ്യണ്ടോ? അവര് വന്ന് കൊണ്ടുപോയിക്കോളൂ. മെഡിക്കൽ കോളേജ് ആള് വന്ന് കൊണ്ടുപോയിക്കോളൂ. ഇനി എന്തിനാ മെഡിക്കൽ കോളേജിൽ കൊണ്ട്? ആള് ചത്തുപോയിട്ട് 3-4 ദിവസമായി. ഇനി രക്ഷപ്പെടില്ല. എന്റെ അച്ഛന്റെ ഈ ബോഡിയെ ഞാൻ 2500 രൂപയ്ക്ക് മെഡിക്കൽ കോളേജിന് വിറ്റു. 2500 രൂപയ്ക്ക് ഈ അച്ഛനെ ഈ മാവി വിറ്റു. നിങ്ങളിത് കേട്ടോ?
ഇരിക്കുന്ന മനുഷ്യൻ ഇവന്റെ കൈയാണോ കാലാണോ വളരുന്നതെന്ന് നോക്കി പാടത്തും പറമ്പിലും പോയി കഷ്ടപ്പെട്ട് വലുതാക്കിയവനാണ് ഇവൻ. അവൻ മെഡിക്കൽ കോളേജുകാർക്ക് 2500 രൂപയ്ക്ക് വിറ്റെന്ന് ഈ ഒരു മകനാണോ? ആണോ? ഏത് കണ്ണുകൊട്ടം നോക്കല 5000 രൂപ തരണ മുതലായിരിക്കണം. ഇയാളും കളഞ്ഞിട്ട് 2500 രൂപ മേടിച്ചോണ്ട് വന്ന ഇവനെ അടിക്കണ്ടേ?